ലാഭമേള 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 ഈ ഒരു പേര് കേൾക്കാത്തവരായിട്ട് ഇപ്പോൾ ആരും ഉണ്ടാവില്ല. കാരണം ഇൻസ്റ്റ തുറന്നാലും യൂട്യൂബ് തുറന്നാലും ന്യൂസ് പേപ്പർ എടുത്താലും ഒക്കെ ഇത് തന്നെ വാർത്ത. അങ്ങനെ ഞങ്ങളുടെ നാട്ടിലെത്തി ഒരു ലാഭമേള. ഇത് പട്ടാമ്പിയാണ് കേട്ടോ. ഈ പേര് വെറുതെ ഇട്ടിരിക്കണമല്ല, അത്യാവശ്യം നല്ല ലാഭമൊക്കെ ഇവിടെയുള്ള സാധനങ്ങൾക്ക് ഉണ്ട്, നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. എല്ലാ പ്രൊഡക്റ്റിനൊന്നും പറയണില്ല, പക്ഷെ നമ്മൾ തിരഞ്ഞെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്വാളിറ്റി പ്രൊഡക്ട്സ് ഒക്കെ നമുക്ക് കിട്ടും. അപ്പോൾ അതാ ഈ ഒരു ബാഗ് തന്നെ കണ്ടില്ലേ, 250 രൂപയാണ് അതിന് പ്രൈസ് കൊടുത്തിരിക്കുന്നത്. നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബാഗാണ് കേട്ടോ. അതുപോലെ തന്നെ ചെരുപ്പും ഒക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. 200 രൂപ സ്റ്റാർട്ടിങ് മുതൽ പ്രൈസ് കൊടുത്തിട്ടുണ്ട് ചെരുപ്പിനൊക്കെ. വീട്ടിലിട്ട് നടക്കുന്ന ചെരുപ്പൊക്കെ ആണെങ്കിൽ അതിലും താഴെയാണ് കേട്ടോ പ്രൈസ്. പിന്നെ ഡ്രസ്സുകളിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അത്ര നല്ല ക്വാളിറ്റി ഒന്നും അവിടെ കണ്ടില്ല കേട്ടോ. ബെഡ്ഷീറ്റ്സും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, ആ റേഞ്ചിനുള്ളതൊക്കെ ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഷർട്ട്, ലേഡീസിൻ്റെ ഡ്രസ്സുകൾ, കുട്ടികളുടെ ഡ്രസ്സുകൾ അതൊന്നും എനിക്ക് അങ്ങനെ അത്രത്തോളം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ഏതായാലും വന്നതല്ലേ, അപ്പം നമുക്ക് കാണാൻ വേണ്ടിയിട്ട് ഒക്കെ ഇതാ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാതും എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് നോക്കിട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഡിസൈനൊക്കെ ഉണ്ട്, പക്ഷേ ക്വാളിറ്റി അത്ര ഒന്നും പോരാ. പിന്നെ നല്ലതാണെന്ന് പറയാൻ ലേഡീസിൻ്റെ പാൻസ് ഒക്കെ കൊള്ളാം, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ക്വാളിറ്റി അതിനുണ്ട്. 350, 500, പിന്നെ 450 ആ റേഞ്ചൊക്കെയാണ് പാൻസൊക്കെ വരുന്നത്. ഇതുപോലുള്ള ഈ ബെഡ്ഷീറ്റ്സിനൊക്കെ 200 രൂപയാണ് കേട്ടോ റേറ്റ് കൊടുത്തിരിക്കുന്നത്. അത് വലിയ കുഴപ്പമില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇനിയിപ്പോൾ വാഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലം വരുമോ എന്നറിയില്ല. പക്ഷെ എന്നാലും ആ ഒരു റേറ്റിനുള്ള ആ ഒരു ഭംഗിയും ആ ഒരു മെറ്റീരിയലും ഒക്കെ തൊട്ട് നോക്കിയപ്പോൾ വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല. പിന്നെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ന് പറഞ്ഞ പോലെ എന്ത് വേണമെങ്കിലും ഇവിടെ കിട്ടും കേട്ടോ. കർച്ചീഫ് വരെ ഉണ്ട്. ഈ ഒരു പാൻറ് എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു പാൻറ്റാണ്. 350 ആണ് അതിൻ്റെ റേറ്റ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ പിള്ളേരുടെ ഡ്രസ്സൊന്നും എനിക്ക് അത്ര നന്നായിട്ട് തോന്നിയില്ല കേട്ടോ. ഞാൻ പിന്നെ കാര്യമായിട്ട് നോക്കിയിട്ടുമില്ല. പിന്നെ ഇതാ ഈ മാറ്റുകളാണ്. 25 രൂപയാണ് കേട്ടോ ഈ ഒരു മാറ്റിൻ്റെ പ്രൈസ് കൊടുത്തിട്ടുള്ളത്. ഇതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ഉള്ള മാറ്റുകളൊക്കെ അവിടെ ഉണ്ട്. ഇതിനൊക്കെ 50 ആണ് പ്രൈസ്. 250, 200 ആ റേഞ്ചിലൊക്കെ ഉള്ള മാറ്റുകൾക്കൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള മാറ്റുകളാണ് കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു മാറ്റാണ് ഇതാ ഈ കാണുന്നത്. നല്ല ക്വാളിറ്റി ഉണ്ട്, അത്യാവശ്യം നല്ല ഭംഗിയുണ്ട്, നല്ല കളറ്. അതുപോലെ തന്നെ ഇതാ ഈ മാറ്റൊക്കെ, ഇതിനൊക്കെ ഈ ഒരു റേറ്റിനൊക്കെ ഈ ഒരു മാറ്റ് കിട്ടുക എന്ന് പറഞ്ഞു നോക്കുമ്പോൾ എനിക്ക് അത്യാവശ്യം നല്ലൊരു അത്ഭുതം തോന്നി കേട്ടോ. നല്ല ക്വാളിറ്റി ഉള്ളതുകൊണ്ടാണ് എനിക്കങ്ങനെ തോന്നിയത്. തീർന്നിട്ടില്ല, ഇനിയുണ്ട് ഇവിടെ ഒരുപാട് ഐറ്റംസ്. പിന്നെ ഇതാ ഇതുപോലുള്ള കുറേ സാധനങ്ങൾ അവിടെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ എന്താണ് സാധനം തന്നെ അറിയില്ല. പുല്ല് ചെത്തനാണെന്നാണ് തോന്നണത് കണ്ടപ്പോൾ. പിന്നെ അതാ ഒരു കുഞ്ഞ് തേങ്ങ പൊളിക്കണ പോലത്തെ ഒരു സാധനം. ഇത് അടക്ക പൊളിക്കണതാണോ എന്നൊരു ഡൗട്ടുണ്ട്. പിന്നെ അതാ ചട്ടിയും കലവും പാത്രവും അളുക്കും അങ്ങനെ എല്ലാ തരം സാധനങ്ങളും അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ ഈ ഒരു ചട്ടിക്കൊക്കെ. പിന്നെ ഗ്ലാസ്സസ്, കപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഗ്ലാസ്സസൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇതാ ഇതുപോലത്തെ ടീ കപ്സും ജ്യൂസിൻ്റെ ഗ്ലാസ്. പിന്നെ ഇതാ ഏറ്റവും കൂടുതൽ ഇഷ്ടമായ ഒരു സാധനമാണ് ഇതാ ഈ ഒരു ഐറ്റംസൊക്കെ. എന്ത് ഭംഗിയാണ് കാണാനില്ലേ. പിന്നെ ഇത് ഈ ഒരു കപ്പ് കേട്ടോ. ഇത് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ കാണുമ്പോൾ ഞാൻ എപ്പോഴും മേടിക്കണം എന്ന് വിചാരിക്കുന്ന ഒരു ഐറ്റം ആയിരുന്നു ഇത്. കാരണം ഇത് കൊണ്ടുവരുമ്പോൾ പൊട്ടുമോ എന്നൊക്കെയുള്ള പേടി കാരണമാണ് മേടിക്കാണ്ടിരുന്നത്. ഇവിടെ കണ്ടോക്കി നോക്കുമ്പോൾ ഡബിൾ ഹാപ്പിയായി. 80 റുപ്യായിരുന്നു കേട്ടോ 1 പീസിൻ്റെ റേറ്റ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇത് ഈ ഒരു സാധനമൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടമായി. ഇതിൻ്റെ കളർ ഉണ്ടോ, നല്ല പിസ്ത കളറ്, നല്ല ഭംഗിയുണ്ടല്ലേ. ഇതുപോലുള്ള ഒരു ഭരണികളുടെ ഒരുപാട് കളക്ഷൻ അവിടെ ഉണ്ട് കേട്ടോ. പലതരം ഷേപ്പിലും കളറിലും ഒക്കെ ഉണ്ടായിരുന്നു. ഏത് വേണമെങ്കിലും എടുക്കാം. അങ്ങനെ ഓവർ റേറ്റൊന്നുമില്ല. ഏറ്റവും വലിയ ഭരണിക്ക് തന്നെ 250, 300 അങ്ങനെ ആ റേറ്റൊക്കെയാണ് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഏറ്റവും കുഞ്ഞിട്ടുള്ളത് നമ്മൾ ഉലുവ, കടുക് അങ്ങനെയൊക്കെ ഇട്ട് വെക്കണതിന് 30 രൂപയാണ് കേട്ടോ അവിടെ കണ്ടത്.
പിന്നെ ഇതുപോലുള്ള ഭരണികളുടെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഷുഗർ ഒന്നും ഇടാൻ പറ്റില്ല, വേഗം ഉറുമ്പ് വരും. ഉപ്പ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പെട്ടെന്ന് കുഴപ്പമില്ലാത്ത സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇടാനേ പറ്റുള്ളൂ. പിന്നെ ഇതിൻ്റെയൊക്കെ പെയിൻറ്റിങ്ങും ഭംഗിയൊക്കെ കാരണം നമുക്ക് എല്ലാം അതിൽ നിന്ന് ഓരോ പീസ് കിട്ടിയാൽ കുഴപ്പമില്ല എന്ന് തോന്നും കേട്ടോ. പക്ഷെ ഞാൻ എല്ലാതൊന്നും എടുത്ത് നോക്കിയിരുന്നു, എടുത്തിട്ട് അവിടെ തന്നെ വെക്കും, അതിന് കുഴപ്പമില്ലല്ലോ. ഈ ഒരു പംകിൻ ഷേപ്പ് നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. ഈ ഏരിയയിലൊക്കെ വീടിരിക്കാനൊക്കെ പോകുന്നവരുണ്ടെങ്കിൽ വേണമെങ്കിൽ ഒന്ന് വെറുതെ ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കി വെക്ക്, ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇഷ്ടപ്പെട്ടതൊക്കെ കിട്ടും. ഈ ഒരു മണി പോട്ട് എനിക്ക് വേണ്ടി പ്രത്യേകം ഉണ്ടാക്കിയതാണോ എന്നൊരു ഡൗട്ടുണ്ട്. കാരണം മുകളിൽ കൂടെ ക്യാഷ് ഇട്ടാൽ താഴെ കൂടെ എടുക്കാനുള്ള ഹോൾ അവർ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഫില്ലാവില്ല, ഇനി ഫില്ലായാൽ തന്നെ തല്ലിപ്പൊളിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒരു ഉപകാരം ആ മണി പോട്ടിനുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് അവിടം കൊണ്ടൊന്നും തീർന്നില്ല. പിന്നെ ഇതാ അപ്പുറത്തെ റോക്ക് വന്ന് നോക്കി നോക്കുമ്പോൾ ഇതാ ഇഷ്ടം പോലെ സാധനങ്ങൾ വേറെയുണ്ട്. കുഞ്ഞു കുഞ്ഞു ഐറ്റംസ് ആണ് കേട്ടോ ഇനിയുള്ള കാണാനുള്ളതൊക്കെ. ഒരു ഓയിൽ ബോട്ടിൽ എടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഇത് ഗ്ലാസിൻ്റെ ടൈപ്പാണ്, പക്ഷെ എനിക്ക് ആ പെയിൻറ്റിംഗ് ഒക്കെ പോകുമോ എന്നുള്ളൊരു ഡൗട്ട് കാരണം അതൊന്നും ഞാൻ എടുത്തില്ല. പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ ഐറ്റംസ് ഉണ്ടായിരുന്നു, അത് കുറച്ചധികം ഡെക്കറേഷൻ കൂടിപ്പോയോ എന്നൊരു ഡൗട്ട്. ക്ലീൻ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും, ഓയിലല്ലേ, അപ്പോൾ അതൊന്നും എടുത്തില്ല കേട്ടോ. പിന്നെ ലഞ്ച് ബോക്സ്, സ്നാക്ക് ബോക്സ് അങ്ങനെയുള്ളതൊക്കെ ഒരുപാടുണ്ട്. പിന്നെ അതാ വാട്ടർ ബോട്ടിലുകൾ, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട കളക്ഷൻസ് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. വാട്ടർ ബോട്ടിലിൻ്റെ ഒരുപാടുണ്ട്. എന്തെങ്കിലും ഒന്ന് നമ്മൾ എടുക്കാണ്ട് എന്തായാലും പോരില്ല വാട്ടർ ബോട്ടിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ. പിന്നെ ഈ ഫീൽഡൊക്കെ എനിക്ക് അറിയാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നുണ്ട്. ഇതുപോലുള്ള സാധനങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അത് എന്തിനാണ് എന്നുള്ളത് അറിയണില്ല. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യാം. ഒരു സൈഡ് പുല്ല് ചെത്താനും ഒരു സൈഡ് മണ്ണ് മാന്താനും അങ്ങനെയൊക്കെയാണ്, പക്ഷെ വളരെ ചെറുതായിപ്പോയി. അത് തന്നെയാണ് അതിൻ്റെ യൂസ് എന്നുള്ളത് അറിയില്ല. അങ്ങനത്തെ ഒക്കെ ഒത്തിരി സാധനങ്ങളുണ്ട് കേട്ടോ. ഈ ഒരു ഐറ്റം വാഷ് ബേസ് ക്ലീൻ ചെയ്യാനുള്ളതാണ് കേട്ടോ, നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു അതിന്. പിന്നെ ഈ ഒരു കുഞ്ഞു സാധനങ്ങളാണ് അധികം ഉള്ളത്. ഇതാ ഈ ഒരു ഗ്ലാസ്സിനൊക്കെ 10 രൂപയാണ്. കുട്ടികൾക്കൊക്കെ കളിക്കാൻ കൊടുക്കാം. ഇതാ ഇതുപോലുള്ള സ്റ്റൂള്, ഇതൊക്കെ ആർക്കും ഇരിക്കാൻ പറ്റണോ അല്ലേ, നെയ്സമോൾക്ക് പോലും പറ്റൂല. കുട്ടികളുടെ ടോയ്സിൻ്റെ കൂടെ വെച്ച് കൊടുക്കാനേ പറ്റുള്ളൂ എന്നാണ് തോന്നുന്നത്. പിന്നെ ക്വാളിറ്റി ഉള്ളതും ഇല്ലാത്തതും ഒക്കെ ഉണ്ട്, ഒക്കെ നമ്മൾ തിരഞ്ഞെടുക്കുന്ന പോലെയാണ്. അതിനുള്ളിൽ കയറിയിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒത്തിരി സമയം എടുക്കുമെന്ന് പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ. ഒക്കെ നോക്കി എടുത്തിട്ട് വേണ്ട ഇറങ്ങാൻ. പിന്നെ ഇതാ ഇതുപോലുള്ള വുഡൺ സ്പൂൺസും ഒക്കെ ഉണ്ട് കേട്ടോ. 10 രൂപ 5 രൂപ അങ്ങനെയൊക്കെ ആ റേഞ്ചിലൊക്കെ ഉണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇതിനൊക്കെ 5 രൂപയാണ് ആ സ്പൂണിനൊക്കെ ഉള്ള റേറ്റ്. ചുരുക്കം പറഞ്ഞാൽ എന്ത് വേണേലും അവിടെ കിട്ടും, അത്യാവശ്യം എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ട്. പിന്നെ ഈ ഏരിയക്കൊന്നും പോവണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഇതൊക്കെ പറ്റ ലോക്കൽ സാധനങ്ങളാണ്, അപ്പോൾ അതൊന്നും നമ്മൾ അങ്ങനെ യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഇനിയുള്ളത് എൻ്റെ മക്കൾക്കൊക്കെ പറ്റിയ ഒരു ഏരിയയാണ് കേട്ടോ. ടോം ആൻഡ് ജെറി, സ്പൈഡർമാനും ഒക്കെ ഉണ്ട്. ഇതൊക്കെ കീ ചെയിനാണ്, അതല്ലാണ്ടുള്ള കുട്ടികളുടെ ടോയ്സും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അവരെ കൊണ്ടുപോകാണ്ടാണ് പോയത്, അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അവരൊരു ദിവസം കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പോയി എന്ന് പറഞ്ഞു നോക്കുമ്പോൾ ഇനിയിപ്പോൾ ഈ വീഡിയോ കണ്ടാൽ എന്തായാലും കൊണ്ടുപോകേണ്ടി വരും. അപ്പോൾ ഇതൊക്കെയാണ് ലാഭമേളയിലുള്ളത് കേട്ടോ. ഞാൻ എല്ലാം അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല. അത്യാവശ്യം എനിക്ക് കുഴപ്പമില്ലാന്ന് തോന്നിയതൊക്കെ ഞാൻ എടുത്തിട്ടുള്ളൂ. ഇനിയൊന്ന് പോയി നോക്കണമെങ്കിൽ പോയി നോക്കിക്കോളൂ, ഇഷ്ടപ്പെട്ടതൊക്കെ മേടിച്ചോ. അപ്പോൾ വീഡിയോസ് കാണുമ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ടാറ്റാ.